ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് എത്രാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലിട്ട് പോയാലോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. ഞാൻ പുട്ടിന് മാവ് നനയ്ക്കുകയാണ് കേട്ടോ. 3:30 ആയപ്പോൾ എഴുന്നേറ്റ്. അങ്ങനെ പുട്ടിന് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് മക്കൾക്ക് പുട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുട്ട് മതിയെന്ന് പറഞ്ഞത് കാണാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ജൂലിയും പിങ്കിയോട് എൻ്റെ കിച്ചണിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ജൂലിയെ വഴക്ക് പറഞ്ഞപ്പോൾ ജൂലി അങ്ങ് ഓടിപ്പോയി കേട്ടോ. എൻ്റെ കാലിൽ വന്ന് നോണ്ടിയിരിക്കുന്നു. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ എല്ലാം ടേബിളിൻ്റെ പുറത്ത് എടുത്ത് വെച്ചിട്ട് മക്കളെ വിളിക്കാൻ വേണ്ടി റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നെല്ലാവരും ഞങ്ങളുടെ റൂമിലാണ് കിടക്കുന്നത്. അതാണ് ഈ വീഡിയോ കാണിക്കാനത് കേട്ടോ. പിന്നെ അക്കൂട്ടം വന്നിരുന്ന് ഉറങ്ങി ഇരുന്ന് കഴിക്കുകയാണ്. കഴിച്ചതിന് ശേഷം ഇവർ സുബഹി നിസ്കരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ സുബഹിക്ക് ബാങ്ക് വിളിച്ചു. അക്കു നമസ്കരിക്കുകയാണ്, അമ്മു നമസ്കരിക്കുന്നുണ്ട്. ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. പിന്നെ അതിനുശേഷം രാവിലെ ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് മക്കൾ സ്കൂളിൽ പോവാണ്. 3 പേർക്കും ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ സ്കൂളിലോട്ട് പോയതിന് ശേഷം ഞാൻ ഷോപ്പിൽ പോയതിന് ശേഷം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരാണ്. നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം നിന്ന് തന്നെയാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഈവനിങ്ങിൽ ഷോപ്പിൽ നിന്ന് വീട്ടിലോട്ട് വരികയാണ്. അപ്പം സ്നാക്സൊക്കെ വാങ്ങിച്ചു, കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് ഞാൻ വീട്ടിലോട്ട് വന്ന് കയറുകയാണ്. ഇന്ന് ജൂലിയും പിങ്കിയില്ല. കാരണം എന്താണെന്നറിയോ, ഇന്ന് ഞാൻ നേരത്തെയാണ് വന്നത്. അപ്പോൾ എന്നിട്ട് ഞാൻ കിച്ചണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൈനാപ്പിൾ മേടിച്ചു, അതുപോലെ തന്നെ ഗ്രേപ്സ് മേടിച്ചു, പിന്നെ ഈ ഉണക്കമുന്തിരി ഉണ്ടല്ലോ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അക്കൂട്ടന് വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് കാരണം അത് ഒരു പാക്കറ്റ് മേടിച്ചു. പിന്നെ വെജ് റോള് മേടിച്ചു. പിന്നെന്താ സമൂസ, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെന്താ ഈ ഇങ്ങനത്തെ സ്വീറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അക്കൂട്ടന് അമ്മൂനാ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കുവാണോ അമ്മു ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇന്നത്തെ താരം കേട്ടോ. അക്കൂട്ടൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ തുണിയൊക്കെ രാവിലെ കഴുകി വിരിച്ചിട്ടിട്ടാണ് പോയത്. അപ്പോൾ ആ തുണിയൊക്കെ ഇങ്ങ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ വന്ന ഉടനെ ഇതെല്ലാം ഒന്ന് പറക്കിയിടും. രാവിലെ വാഷ് ചെയ്തിട്ടിട്ട് പോകുന്നത്. പിന്നെ ഇതെല്ലാം കൊണ്ട് കട്ടിലേക്ക് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴേ മടക്കത്തില്ല കേട്ടോ. പിന്നെ സമയം കിട്ടുമ്പോൾ മടക്കും. പിന്നെ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തു. കാരണം ചെടിയെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കുകയാണ്. ഭയങ്കര ചൂടാണ് ഇവിടെ ചെന്നൈയിൽ. എന്തോ ഒരു ചൂടാണെന്ന് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മക്കൾ വന്ന് ഇറങ്ങുന്നു. ആ കിച്ചു വന്നില്ല കേട്ടോ. കിച്ചുവിന് എക്സാം ഉള്ളത് കാരണം കിച്ചു ബസ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പം അക്കും അമ്മ കൂടെ പതുക്കെ നടന്നു വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻ ബോട്ടിലെ വെള്ളം തീർന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പൊക്കാൻ വയ്യ, ബാക്ക് പെയിൻ ആണെന്ന് പറഞ്ഞേ. അത് കാരണം അക്ക് പറഞ്ഞു ഞാൻ പൊക്കിയിട്ട് തരാമെന്നുണ്ട്. അക്ക് പൊക്കി ഇടുന്നുണ്ട്. അപ്പോൾ ജൂലിയും പിങ്കി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം ഞാനിന്നൊരു വെറൈറ്റി ഒരു ഐറ്റംസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. പാലൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ച് എന്തുവാണെന്ന് തന്നെ എനിക്കും അറിയത്തില്ല. സവാളയൊക്കെ ഇട്ട് ചുമ്മാ ജസ്റ്റ് ഉണ്ടാക്കിയതാണ്, മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. കുറച്ച് കടലമാവും കുറച്ചെല്ലാം അരിപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് കറുമുറാന്നിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഇട്ടാൽ. സവാളയൊക്കെ ഇട്ടാണ്. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കടിക്കുമ്പോൾ നല്ല കറുമുറാന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. നല്ലതാവുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ മക്കൾ പറഞ്ഞ് കൊള്ളാമെന്ന്. മക്കൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ കുറ്റം പറയത്തില്ലല്ലോ. മറ്റുള്ളവർ അത് തിന്നിട്ട് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് സന്തോഷം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ച് ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചുവിന് ഇന്ന് തേങ്ങ വറുത്തരച്ച മുട്ടക്കറി വേണമെന്ന്. അത് കാരണം ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നും ചിക്കനൊക്കെ അല്ലേ, അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തു. എഗ്ഗൊക്കെ ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എഗ്ഗൊക്കെ ബോയിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റായി. പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് മസ്ക് മെലനും ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് വെച്ച്, മുസമ്പി കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന സ്നാക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. എല്ലാം റെഡിയാക്കി വെച്ചു. നമുക്കതിന് ടേബിളിൻ്റെ പുറത്ത് എല്ലാം ഒന്ന് എടുത്തുകൊണ്ട് വെക്കണേ. അപ്പോഴേക്കും ഞാൻ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ചായ ലോ ഫ്ലെയിമിൽ വെച്ച് കിടന്ന് തിളയ്ക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ് തിളച്ച് പറ്റുമ്പം. പിന്നെ ഞാൻ ഒരു തിരിയൊക്കെ കത്തിച്ചുകൊണ്ട് വെച്ചു കേട്ടോ. ഈ ലൈറ്റ് ഇടാതെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്നറിയാം, ചുമ്മാ രസത്തിന് വേണ്ടി എടുത്തതാണ് കേട്ടോ, ലൈറ്റ് ഓഫ് ചെയ്തിട്ട്. പിന്നെ അതിനുശേഷം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയത് ഈ ജ്യൂസാണ്. വാട്ടർമെലണും പാലും ഒക്കെ ഒഴിച്ചത് നല്ല ടേസ്റ്റാണ്. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ പുറത്ത് എല്ലാം കൊണ്ട് സെറ്റാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് ഇവരെ എല്ലാം പോയി വിളിച്ചുകൊണ്ട് വരണം. എല്ലാവരും കൂടെ റൂമിൽ പോയിരുന്ന് AC കൊള്ളുക. ഭയങ്കര ചൂടായത് കാരണം റൂമിൽ പോയിരുന്ന എല്ലാവരുടെ AC കൊള്ളുക. അപ്പോൾ ഞാനാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നിപ്പോൾ എല്ലാവരെയും കൊണ്ട് നിർത്താമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ജൂലി വന്ന് എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. ഞാൻ എവിടെ പോയി ഇരിക്കുന്ന അവിടെ എല്ലാം ജൂലി വരും. അങ്ങനെ ഒരുവിധം മക്കളെ എല്ലാം വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു ദുആ ചെയ്തിട്ട് എല്ലാവരും നോമ്പ് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാവരും നോമ്പ് തുറക്കുകയാണ്. നോമ്പെല്ലാം തുറന്ന് മഗ്രിബൊക്കെ നിസ്കരിച്ചിട്ട് വന്ന് പിന്നെ ഇവരെല്ലാവരും പൂച്ചയായിട്ട് കളിക്കുകയാണ്. ഫാദിയാണെങ്കിൽ ജൂലിയായിട്ടും കളിക്കുന്നുണ്ട്, കിച്ചു പിങ്കിയായിട്ടും കളിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരെ തടകി തലോടി ഇരിക്കുമ്പോൾ ഈ പൂച്ചകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളോട് ഭയങ്കര സ്നേഹമാണ്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ അവരോട് നല്ല ഭയങ്കര സ്നേഹം കാണിക്കുമ്പോൾ അവർ തിരിച്ച് നമ്മളോടും അതേ സ്നേഹം കാണിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അക്കോ അമ്മു കിച്ചു എങ്ങനെയാണ് അതുപോലെയാണ് ഇവിടുത്തെ ജൂലിയും പിങ്കിയും കേട്ടോ, അത്ര ഇഷ്ടമാണ്. അതിനുശേഷം ഫാദി പോവാന്ന് പറഞ്ഞ് പോവുകയാണ്. ഫാദി ഇന്ന് ഫുഡൊന്നും കഴിച്ചില്ല, കാരണം അവൻ്റെ ഫ്രണ്ട്സുമായിട്ട് അവൻ പുറത്ത് പോയാണ് കഴിക്കാൻ പോകുന്നത്. ഇവൻ കഴിക്കാൻ കൊണ്ട് ഇവിടെ ഇരുന്നതാണ്. അപ്പോഴേ അവന് മെസ്സേജ് വന്നത് പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി. അമ്മൂൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അമ്മൂന് കേസരി ഉണ്ടാക്കി കൊടുത്തു വിട്ടതാണ് നോമ്പ് തുറക്കാൻ വേണ്ടി. പിന്നെ അമ്മൂന് വയ്യ, അമ്മു ടയേർഡ്, അമ്മു വോമിറ്റൊക്കെ ചെയ്ത് ക്ഷീണിച്ച് അമ്മു ടയേർഡായിരിക്കുകയാണ്. അക്കു അത് കാരണം ഒറ്റയ്ക്ക് ഇരുന്ന് മൊബൈലിൽ കളിക്കുവാണ്. അമ്മു കിടന്നുറങ്ങും. അമ്മൂന് ഒട്ടും വയ്യ. കണ്ട് അക്കുട്ടൻ തന്ന പണി കാണിച്ചില്ല. അക്കുട്ടനോട് ഞാൻ പറഞ്ഞു എൻ്റെ മുടിയുടെ തുമ്പൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞത്. അക്കുട്ടൻ എൻ്റെ മൊത്തം മുടിയും കൂടെ കട്ട് ചെയ്ത് വെച്ച് എന്നെ ബോബി ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്, ഇനി അത് കിളിച്ച് വരാൻ എത്ര നാളെടുക്കും. പിന്നെ കിച്ചു ആണെങ്കിൽ ഇവിടെ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ കഥകളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന പോടി അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ത്രാവി നിസ്കരിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ കഴിച്ചിട്ട് ത്രാവി നിസ്കരിക്കാൻ പോകും, എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ അപ്പവും മുട്ടക്കറിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര നാണമാണ് കേട്ടോ, അനങ്ങാതിരുന്ന് കഴിക്കും. അക്കുട്ടൻ ചെയ്യുന്ന പണി കണ്ടോ, എൻ്റെ ഇക്കായ്ക്ക് സ്റ്റോൺ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി വാഴപ്പിണ്ടിയുടെ നീരെടുക്കുകയാണ് ഇക്കായ്ക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അക്കുട്ടൻ പറഞ്ഞ് ഞാൻ ചെയ്തു തരാമെന്ന്. കിച്ചുവും അക്കവും ത്രാവി നിസ്കരിക്കാൻ പോവാണ്. അമ്മു പോയില്ല കേട്ടോ, അമ്മുന് തീരെ വയ്യ കേട്ടോ, അത് കാരണം ഞാൻ ഇന്ന് അമ്മുനെ വിട്ടിട്ടില്ല. അങ്ങനെ പോയിട്ട് ഇടയ്ക്ക് വന്ന് അക്കുട്ടൻ എനിക്ക് ചായയും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടായിരുന്നല്ലോ, നീ എന്തിനാണ് കൊണ്ടുവന്നതെന്ന്. പിന്നെ ഇക്ക വരാൻ ടൈമായി. അപ്പോൾ അക്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കിച്ചുവും അക്കവും കൂടെ. അക്ക വന്നു. ഇക്ക വരുമ്പോൾ 10:45 ആവും കേട്ടോ. അപ്പോൾ ഇവർ താഴെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ വേണ്ടി താഴെ പോയി നിൽക്കുക. അപ്പോൾ ക്യാൻ ബോട്ടിലും റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇക്കായ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്ക കാർ അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും മക്കൾ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അമ്മു അതിൻ്റെ പുറകെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.